നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഏറ്റവും കൂടുതൽ എപ്പോഴും വേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് അല്ലേ. നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും വീട്ടിൽ ഇപ്പോൾ ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ പോയി നിന്ന് സംസാരിക്കുക എന്നുള്ളത് തൊട്ടിട്ട് പുറത്തു പോയി നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുമ്പം അവിടെ ആൾക്കാരോട് സംസാരിക്കുക അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയാണെങ്കിലും ഒന്നും വേണ്ട, ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ LKG UKG ആ ഒരു സമയത്ത് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രിൻസിപ്പൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ നല്ല ആറ്റിറ്റ്യൂഡോട് അത് ആൻസർ പറയുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു സീറ്റ് കിട്ടുന്നത്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറിയ പ്രായം തൊട്ട് തന്നെ എല്ലാവരുടെ ഉള്ളിലും വേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ പല റീസൺസും പല കാരണങ്ങളും കൊണ്ട് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് എല്ലാവരുടെ ലൈഫിലും. ഈ ഞാനടക്കം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരിക്കലും, ഇപ്പം എനിക്ക് 32 years ആയി, ഈ ഒരു ഇയേഴ്സ് ഒരു 30+ years തൊട്ടാണ് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാവരുടെ മുമ്പിലും സംസാരിക്കാനും എന്തിനും കോൺഫിഡൻസോടുകൂടെ പോയി നിൽക്കാനും തുടങ്ങിയത്. അതുവരെ എൻ്റെ ഒരു കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ അറിയാമെങ്കിലും അത് എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, പറയാൻ പറ്റാറില്ല. അറിയാതിരിക്കാം അതിനുള്ള ആൻസർ, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ എല്ലാം കടന്നുപോയ ഒരാളും കൂടി കേട്ടോ ഞാൻ. അപ്പം എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ മാറി വന്നിട്ടുള്ള എൻ്റെ കോൺഫിഡൻസിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ വരുന്ന മെച്യൂരിറ്റി ആണ് നമ്മളെ കോൺഫിഡൻസ് കൂട്ടുട്ടോ. നമ്മുടെ ലൈഫിൽ പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമ്മൾ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും നമ്മൾ കോൺഫിഡൻസ് ആയിട്ടൊരു മറുപടി കൊടുക്കാത്തതിൻ്റെ പേരിൽ പല ബന്ധങ്ങളും തകർന്നു പോയിട്ടുണ്ടാവും. കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ലൈഫിൽ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനിവിടെ 2-3 പോയിന്റ്സ് പറയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളത്. ശരിക്കും നമ്മൾ മെച്യൂർഡ് ആവുന്നതനുസരിച്ച് നമ്മളുടെ ലൈഫിൽ കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. അപ്പം ഞാൻ ഇതിനോട് ഈ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടത് ശരിക്കും നമ്മൾ വയസ്സാകും തോറും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് എവിടെയും ആളോട് എന്തും സംസാരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ മെച്യൂർഡ് ആയിരിക്കും, നമ്മളെല്ലാ കാര്യങ്ങളും ചിന്തിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഏത് പേഴ്സണിന് മുമ്പിലാണെങ്കിലും നമുക്ക് പോയി നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് പറ്റാറില്ല, വയസ്സാകുമ്പോഴും മെച്യൂരിറ്റി ആ ഒരു ലെവലിലേക്ക് കോൺഫിഡൻസ് വരണമെന്നില്ല. പക്ഷേ പല സിറ്റുവേഷൻസിലും നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു ജോബിന് നോക്കുമ്പോഴാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മളെ വളരെയധികം ബാധിക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ ഹാബിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ലൈഫിലെ ഹാബിറ്റിൽ ഒരു വലിയ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഹാബിറ്റിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ മാനസികാവസ്ഥയാണ് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിന് എത്രത്തോളം ധൈര്യം ഉണ്ടോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അത് നമ്മുടെ ശീലങ്ങളിൽ ഒരു ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാൽ പറ്റുമോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് ഒരു പഞ്ച്വൽ ആയിട്ടുള്ള ഒരു രീതിയിൽ, ഇപ്പോൾ നിങ്ങളിപ്പോഴും ഫോണിനൊക്കെ നോക്കി ഭയങ്കര ലേസി ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി പുറത്തുനിന്ന് ഒരാൾ വന്നാലും ഒരു സിറ്റുവേഷൻസിൽ ഒരാൾ കൂടി നിൽക്കുന്ന ഒരു ഇടയിൽ എത്തിപ്പെട്ടാലും നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനോ എന്താ കാര്യം എന്ന് ചോദിക്കാനോ ഒന്നിക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തിറങ്ങിയൊക്കെ നടക്കുന്ന ഒരാളാണ്, വീട്ടിലെ ഒരു വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങി അയൽപക്കത്തുള്ള ആൾക്കാരെയും നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറച്ചുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആളായിരിക്കും. അപ്പം നമ്മളുടെ ലൈഫിൻ്റെ ഹാബിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾക്ക് നല്ലൊരു ഉറക്കം ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മുടെ ബോഡി വെയിറ്റിലൊക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ തടിച്ചിട്ടാണെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് പോയി നിന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും എന്തിൻ്റെ രീതിയിലാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞത് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ തടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അവരതിനെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് റെഗുലർ ആക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കോൺഫിഡൻസ് കൂടും. പക്ഷേ നമ്മുടെ മാനസികമായിട്ട് ഇത് എൻ്റെ തടിയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കോൺഫിഡൻസോടുകൂടെ മുമ്പിലേക്ക് നടക്കാൻ മാനസികമായിട്ട് പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ഒരിക്കലും നമ്മളെ ബാധിക്കത്തില്ല കേട്ടോ. പക്ഷേ പലപ്പോഴും പലരും നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നല്ലോണം തടിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും തടി, ഇങ്ങനെ 3 ആൾക്കാർ ചോദിക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് എവിടെയും മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ കുറേ ഹാബിറ്റ്സിൽ നമ്മൾ എക്സസൈസ് റെഗുലർ ഇല്ലായ്മ, ഡയറ്റ് ഫോളോ ചെയ്യാണ്ടിരിക്കുക, അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പൊതുവേ ഫിലിം സ്റ്റാർസിനൊക്കെ കാണുന്നില്ലേ, അവരൊക്കെ ഭയങ്കര റെഗുലറായിട്ട് നല്ല
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പേരിൽ അവർക്ക് നല്ല ഒരു കോൺഫിഡൻസ് എപ്പോഴും കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാബിറ്റിലൊക്കെ ഒരു ചേഞ്ച്, ഒരു പക്ക റെഗുലർ ആയിട്ട് ഒരു ഗുഡ് ഹാബിറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളിൽ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും കേട്ടോ. ഇതൊരു ചെറിയൊരു എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും വർക്ക് ആവണമെന്നില്ല, പക്ഷേ നമ്മുടെ ഹാബിറ്റ് എന്തായാലും കുറച്ചൊക്കെ ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെല്ലാവരുടെയും എപ്പോഴും ഉള്ളൊരു ക്യാരക്ടറാണ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടി വെക്കുക എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ തന്നെ ഭയങ്കര നെഗറ്റീവായിട്ട് വെക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എവിടെയും മറിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. കോൺഫിഡൻസോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരു വലിയ മടിയായിരിക്കും. നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വളരെ മോശമാണ്, ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതിന് ചില ആൾക്കാരെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അവരുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് ആയിരിക്കും. നമ്മൾക്ക് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ തന്നെ ആവും. നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, നമ്മളെ കൂടെ ഒന്നും പറ്റില്ല കേട്ടോ, നമ്മൾ എങ്ങനെയുള്ള ആൾക്കാർ, നമ്മൾ പഠിക്കാത്ത കുട്ടികളാണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും കേട്ടോ. അപ്പൊ നമ്മളൊരു ചേഞ്ച് വരുത്താം. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ കാണുന്ന കാര്യങ്ങളായിക്കോട്ടെ, കേൾക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തോ താഴ്ന്ന ഒരാൾക്കാരാണ്, നമ്മൾ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യാനേ പാടില്ല. നമ്മളെ കൊണ്ട് എല്ലാം പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വേണം. ഡെഫിനറ്റ്ലി 10-18 വയസ്സ് സമയത്ത് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് അല്ല, ഞാൻ പോവില്ല, ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അവിടെ എന്താ ചെയ്യുക, അങ്ങനെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. കോൺഫിഡൻസോടുകൂടെ കയറി ചെയ്യേയില്ല, അബദ്ധങ്ങൾ പറ്റും. ആ സമയത്ത് എഴുതുന്നതൊക്കെ തെറ്റുക, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും. കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അബദ്ധങ്ങളും തെറ്റുകളും വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ മാനസിക പ്രശ്നം കേട്ടോ. അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പോകാനും ചെയ്യാനുള്ള പ്രാപ്തിയും കോൺഫിഡൻസും എനിക്കുണ്ട്. ഇതെനിക്ക് വർഷങ്ങളെടുത്തു ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അന്ന് ചെയ്യേണ്ട അതേ കാര്യം തന്നെ ഇന്ന് ചെയ്തത്. അന്ന് എനിക്ക് എത്രയാണോ ബോധം ബുദ്ധി ഉണ്ടായിരുന്നത് ഇന്നും അത് തന്നെയാണ്. എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ എൻ്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ ഇത് കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ 18, 19, 20 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ കോൺഫിഡൻസോടുകൂടെ എല്ലാ കാര്യങ്ങളും പോയി ചെയ്യുക. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റി, അതെന്തായാലും അറിയുന്നില്ലെങ്കിൽ അവരോട് വായി തുറന്ന് ചോദിക്കുക, എനിക്കിത് അറിയുന്നില്ല എന്നുള്ളത്. അത് പറഞ്ഞു തരും. ഇനി അവരവിടെ നമ്മളെ കളിയാക്കോ വഴക്കോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നെവർ മൈൻഡ്, നമ്മുടെ ആവശ്യമാണ് നമുക്കിത് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ഡൗൺ ആയി കാണാതിരിക്കുക, എല്ലാ കാര്യങ്ങളും പോയി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, ഞാൻ അത് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് വരുത്തേണ്ടത് നമ്മുടെ ലൈഫിലേക്ക്. നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആട്ടോ. നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളിലൊക്കെ, നമ്മുടെ ലുക്കിൽ കേട്ടോ. പലപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ചുരിദാറൊക്കെ ഇട്ട് ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. വളരെ മിനിമം ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് എല്ലായിടത്തും ഫേസ് ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇൻ കേസ് ഒരു വട്ടം മറ്റേ ജീൻസും കാര്യങ്ങളൊക്കെ എനിക്ക് മേടിച്ച് തന്ന സമയത്താണെങ്കിൽ പോലും ഞാനത് ഇടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇടാതെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ. കാരണം ഒരു ഡ്രസ്സ് ധരിക്കുന്നതിനും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ആൾക്കാർ എന്ത് ചിന്തിക്കും, ഞാൻ ഇതുവരെ ഇടാത്ത ഒരു കാര്യമാണല്ലോ എന്താണ് എന്നുള്ള രീതിയിൽ. കാരണം നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആവും. അത് എന്തായിക്കോട്ടെ, നിങ്ങളിപ്പോൾ വെസ്റ്റേൺ ആണെങ്കിലും നാടൻ ഡ്രസ്സ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി ഇടാൻ ശ്രമിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മളെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് നമ്മൾ കോൺഫിഡൻസോടുകൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ അപ്പിയറൻസ് നമ്മൾ ഒരുപാട്, ഇപ്പം ഞാനൊക്കെ ആ സമയത്ത് വളരെ സാധാരണ ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്. അപ്പം എനിക്കതിന് കണക്കായി പെയർ ചെയ്യാനുള്ള ചെരുപ്പോ അല്ലെങ്കിൽ കണക്കായിട്ട് പെയർ ചെയ്യാനുള്ള ഓർണമെന്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് എന്നെ ഒരുപാട് കോൺഫിഡൻസ് കുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് കാഷ്വൽ ആയിട്ട് നടക്കാൻ പോലും ഒരു രീതിയിൽ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട്, പക്ഷെ അതെന്റെ മനസ്സിന്റെ പ്രശ്നമായിരുന്നു. ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ സമയത്തും ഇതാണ് എൻ്റെ, ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ ഇതാണ് എൻ്റെ അപ്പിയറൻസ് എന്നുള്ള കോൺഫിഡൻസോടുകൂടെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഞാൻ കോൺഫിഡൻസ് ആയില്ല. പക്ഷെ ആ ഒരു പ്രായം അതാണ്. ഇപ്പം എനിക്ക് ഇടുന്ന ഡ്രസ്സിന് കണക്കായിട്ടുള്ള ഒരു ചപ്പൽ വേണമെന്നോ അതിന് കണക്കായിട്ടുള്ള ഒരു ഓർണമെന്റ്സ് വേണമെന്നോ ഞാൻ വാശി പിടിക്കില്ല. കാരണം വെച്ചാൽ ഐ എം കോൺഫിഡൻറ്റ്, എൻ്റെ ഉള്ളിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്.
എന്ത് ഇട്ടാൽ എന്താണ്, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. എനിക്ക് ഒരാളടുത്ത് ബിഹേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരാളടുത്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഈ ഡ്രസ്സിൽ നിന്നോ അപ്പിയറൻസിൽ നിന്നോ ഒന്നുമല്ല. പക്ഷേ ഒരുപാട് പേര് ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ നിങ്ങളൊരു ഇന്റർവ്യൂവിനോ എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളിടുന്ന ഡ്രസ്സിലായിക്കോട്ടെ, നിങ്ങളിടുന്ന എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അത് നിങ്ങൾ വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. ഒരു കാര്യം സംസാരിക്കാനാണെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടെന്ന് കയറി എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും അതിൽ നിന്ന് വരും കേട്ടോ. പിന്നെ ഒരു കോൺഫിഡൻസ് വരുന്നത് എന്താണെന്നറിയോ, നിങ്ങളെ ലൈഫിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ട്, നിങ്ങളുടെ ലൈഫ് ഈസി ആയിട്ട് അവിടെ ഇവിടെ ഒന്നും ഇരിക്കാതെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും കേട്ടോ. നിങ്ങളൊരു ജോബിൽ കയറി കഴിയുമ്പോൾ, നിങ്ങൾ ജോബ് കയറുന്നതിന് മുന്നേ വരെ അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കില്ല ഒരു ജോബിൽ കയറി അവിടെ വർക്ക് ചെയ്ത് ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് തന്നെ ആ ചേഞ്ച് മനസ്സിലാവും. ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടുന്ന ഗോൾ സെറ്റ് ചെയ്യാനും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ലെവൽ കയറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇന്നൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്യുക. മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ആരും മുമ്പിലും ഞാൻ എന്ത് സംസാരിക്കും, നിങ്ങൾ ചില ആൾക്കാർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില സമയത്ത് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിൽ ഇരിക്കുകയാണ്, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇരിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് സംസാരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ വേണ്ടി ടോപ്പിക്കിനെ പറ്റി അറിയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ആകെ പാനിക്കാവും. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കറിയില്ല. പലരും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് എന്തൊക്കെയോ അതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ച് അവിടെ ഒരു കോമാളിയാവും. അതിനേക്കാൾ നല്ലത് എനിക്കിത് അറിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻസോടുകൂടി അറിയാത്തൊരു കാര്യത്തിന് അറിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല. അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കൂടുകയാണ്. ബാക്കിയുള്ളവർ ചില ആൾക്കാർ ഒട്ടും എന്താ പറയണ്ട മെച്ചുവേർഡ് ആയില്ലാത്ത ആൾക്കാർ മാത്രമേ അയ്യേ ഇവൻ അറിയില്ല എന്ന് വെച്ചിരിക്കുള്ളൂ. അല്ലാതെ കുറച്ച് ബോധമുള്ള ആൾക്കാരൊക്കെ അവന്റെ കാര്യം പറഞ്ഞു എന്നേ ചിന്തിക്കത്തുള്ളൂ. അതേപോലെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ നമ്മൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാനായാലും ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷൊന്നും അധികം ഒത്തിരി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാലും എന്നെ സ്പീക്ക് മലയാളം എന്ന് ചോദിക്കാൻ, ഞാൻ മലയാളത്തിൽ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു കോൺഫിഡൻസ്. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചാലേ മനസ്സിലാവൂ എന്നാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പൊളൈറ്റ്ലി പറയാം, എനിക്ക് ഇംഗ്ലീഷ് കുറച്ചേ വഴങ്ങത്തുള്ളൂ, പക്ഷേ ഐ ട്രൈ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വളരെ അധികം ലിസൺ ചെയ്ത് അവർ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലാത്ത ചില ഗ്യാങ്സ് ഉണ്ടാവും ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്നുള്ള രീതിയിൽ സംസാരിക്കാം. അവരിടയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് കോൺഫിഡൻസോടുകൂടെ പറയാൻ വേണ്ടി ശ്രമിക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. നമ്മൾ എന്താണോ എന്നുള്ളത് നമ്മൾ അതുപോലെ പറയാണ്, നമുക്കറിയുന്ന കാര്യത്തെ നമ്മൾ അതുപോലെ അവിടെ പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. അതിനുള്ളൊരു ധൈര്യം നമ്മളെ മനസ്സിൽ വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തുക, നമ്മൾ മനസ്സിനെ തിരുത്തുക എന്നുള്ളതാണ് കോൺഫിഡൻസിന് ആദ്യം വരുന്ന കാര്യം. എവിടെ ചെന്നാലും എന്ത് ചെന്നാലും ഞാൻ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ ആ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം കൂടും. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും എഫക്റ്റീവ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.